ഇന്ന് ഞാൻ കോയമ്പത്തൂർ പോയപ്പോണ്ടായ ഒരു ഓട്ടോ അനുഭവം പറഞ്ഞല്ലോ. നമ്മൾ കുറ്റപ്പെടുത്താൻ മാത്രം ആവരുതല്ലോ ജീവിതം. ഇന്നെനിക്ക് കോഴിക്കോട് വന്നപ്പോഴും ഓട്ടോ വിളിക്കേണ്ടി വന്നു കേട്ടോ. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ബീച്ച് വരെ ഒരു ഓട്ടോ വിളിക്കേണ്ടി വന്നു. അവിടെ നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ട്. ഇന്ന് നല്ല എന്താ പറയുക, ഇന്ന് എന്തൊരു സമ്മേളനം നടക്കുന്നുണ്ട് ഇവിടെ SFIയുടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓട്ടോക്കാരൻ വളരെ മാന്യതയോടെ എന്നോട് ഇന്ന സ്ഥലത്ത് ഇന്ന വഴിക്ക് പോയാൽ നമുക്ക് വേഗം എത്താമെന്ന് പറഞ്ഞ് വേഗം എത്തിച്ചു. ഒരു ബ്ലോക്കും ഇല്ലാതെ വഴികളിലൂടെ എന്നെ എത്തിച്ചു. എന്നിട്ട് അവസാനം ബില്ല് വന്നപ്പം എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ എന്നോട് 65 രൂപ ഇതിന് പറഞ്ഞത്, എന്താ പറയുക, 65 രൂപ യൂബർ പറഞ്ഞതാണ്. എനിക്ക് 300 രൂപ ഒരു ബില്ല് ചാർജ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പം എനിക്ക് ആകെ ആ ബില്ല് ഇതിൽ മീറ്ററിൽ എത്ര ബില്ലാണോ കാണിച്ചത് അത്ര ആയിട്ടുള്ളൂ. വെറും 60 രൂപ, അതിലേറെ യാത്ര ചെയ്തത്. ഇങ്ങനെ മാന്യതയോടെ നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ, മാന്യതയോട് വിടാതെ നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും എന്താക്കാൻ പറ്റുള്ള ഒരു ലോങ് ടേം കസ്റ്റമറെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാവുന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഒരു കസ്റ്റമർക്ക് സെല്ല് ചെയ്യേണ്ടത് നമ്മുടെ മൂല്യങ്ങളായിരിക്കണം, വാല്യൂസ് ആയിരിക്കണം. അല്ലാണ്ട് അപ്പം കുറേ പൈസ അങ്ങോട്ട് ഉണ്ടാക്കുക, അപ്പം വരുന്ന ആൾക്കാരെ ഫുള്ള് കഴുത്തറുത്തിട്ട് ചാമ്പുക എന്നുള്ളതാവരുത്. അവിടെ വാല്യൂസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കോഴിക്കോട് ഓട്ടോക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവർ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ എപ്പോഴും ഒരു യൂബറോ അങ്ങനത്തെ വല്ല സർവീസ് വന്നാൽ പോലും അതിവിടെ വിജയിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അത്രയേറെ, ഓട്ടോക്കാരൊക്കെ അത്രയും ട്രസ്റ്റ്ഫുള്ളായിട്ട് കസ്റ്റമർ എത്തിച്ചു എന്നുള്ളതാണ്. ഒരധിക പൈസ വാങ്ങിയോ അതിനേറെ അധികം ഈടാക്കുകയോ ഒന്നും ചെയ്യൂല. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ എപ്പോഴും നമ്മൾ സെല്ല് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്, നമുക്കൊരു പൈസ അങ്ങോട്ട് ചാമ്പിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ വാല്യൂ കൊടുത്തിട്ട് വാല്യൂ തിരികെ വാങ്ങുന്ന അവസ്ഥ ആയിരിക്കണം. അതിന് കോഴിക്കോട് ഓട്ടോക്കാർ വലിയ എക്സാമ്പിളാണ്. നമുക്ക് ധൈര്യമായിട്ട് കോഴിക്കോട്ടേക്ക് ബസ്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉറക്കക്ഷീണം ഉണ്ടായതുകൊണ്ട് ഞാൻ വണ്ടി ഒരങ്ങാടിയിൽ മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എനിക്കൊരു നഷ്ടബോധം തോന്നുന്നില്ല. വളരെ ഹെൽപ്ഫുള്ളായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എത്തി. ഓട്ടോക്കാരൊന്നും അങ്ങനെ ചാർജ് വാങ്ങിയതുമില്ല. ഓക്കെ, ഇതായിരിക്കണം. ബൈ.